ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ അടവിയിലാണ് നമ്മൾ കുട്ടവഞ്ചി സവാരിയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. ഏകദേശം 13 കിലോമീറ്റർ ദൂരമാണ് കോന്നിയിൽ നിന്നും അടവിയിലേക്ക് കുട്ടവഞ്ചി സവാരി നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിനായിട്ടുള്ള ദൂരമെന്ന് പറയുന്നത്. വനത്തിനകത്തൂടിയുള്ള യാത്ര ഏവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ പകർന്നു നൽകുന്ന ഒന്ന് തന്നെയാണ്. ഇരുവശങ്ങളിലും പച്ചപ്പ് നിറഞ്ഞ കാടും ശ്വസിക്കാൻ ശുദ്ധമായിട്ടുള്ള വായുവും ഒക്കെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? ഇതിനകത്തൂടെയുള്ള യാത്ര തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നു തന്നെയാണ്. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ വീതിയൊന്നുമില്ലാത്ത റോഡായതിനാൽ വാഹനങ്ങൾ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇതിനകത്തൂടി യാത്ര ചെയ്യാൻ. വളവും തിരിവുമൊക്കെ ഉള്ള സ്ഥലമാണ്. അങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ തേക്കിൻ്റെ തൈകൾ വച്ചു പിടിപ്പിച്ചേക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കാണുന്നതിനായിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ആരായിരുന്നാലും അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടൊന്ന് നോക്കിയതിന് ശേഷമേ വീണ്ടും യാത്ര തുടരുകയുള്ളൂ. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. കല്ലാർ നദി ഒഴുകി വരുന്ന ഒരു പ്രദേശമാണിത്. ചെറിയ അരുവി ഈ പുഴയിൽ വന്നു ചേരുന്നതും വെള്ളാരം കല്ലുകളും. അവിടെ നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഇറങ്ങി നിൽക്കാൻ സാധിക്കും. ഒരുപാട് ദൂരത്തിലേക്ക് പോകാൻ പാടില്ല. അപകടങ്ങൾ എവിടെ പതുങ്ങിയിരിക്കുന്നെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ലല്ലോ. വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിച്ച് വേണം ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ. അങ്ങ് ഒരുപാട് ദൂരം പാറക്കെട്ടിനിടയിലൊന്നും പോകാനായിട്ട് പാടില്ല. ഇതിൻ്റെ കരയിൽ നിന്നും അതുപോലെ തന്നെ കുറച്ച് ദൂരെയൊക്കെ നമുക്ക് ചെന്ന് നിന്ന് ആസ്വദിക്കാൻ കണക്കിനുള്ള കണ്ണാടി പോലെ തെളിഞ്ഞൊഴുകുന്ന പുഴ വളരെ ഭംഗിയുള്ള ഒന്ന് തന്നെയാണ്. പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരു ആൾക്ക് ഒരിക്കലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഇഷ്ടപ്പെടാതെ ഇരിക്കുക ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ചതിന് ശേഷം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള കുട്ടവഞ്ചി സവാരി നടക്കുന്ന അടവിയിലേക്ക് വീണ്ടും യാത്ര തുടർന്നു. ഏതാണ്ട് 5 മിനിറ്റത്തെ യാത്രയാണ് ഞാനിപ്പോൾ ഇറങ്ങി നിന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടേക്കുള്ളത്. അവധി ദിവസമായതിനാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഓണം അവധി ദിവസത്തിലാണ് ഞാനിവിടെ സന്ദർശിച്ചത്. കുട്ടവഞ്ചി സവാരിക്കായിട്ട് 600 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്ന ഫീസ്. 600 രൂപയ്ക്ക് 4 വലിയ ആൾക്കാർക്കും ഒരു കുട്ടിക്കും അതിനകത്ത് സഞ്ചരിക്കുന്നതിനായിട്ട് സാധിക്കും.
എന്തായാലും കുട്ടവഞ്ചിയിൽ കയറുന്നതിനായി തന്നെ തീരുമാനിച്ച് ടിക്കറ്റൊക്കെ എടുത്ത് കുട്ടവഞ്ചിയിലേക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് തയ്യാറെടുപ്പ് തുടങ്ങി. ഇതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ടിക്കറ്റ്. ഞങ്ങൾക്ക് കിട്ടിയത് 6-ാം നമ്പർ കുട്ടവഞ്ചിയാണ്. നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ അരമണിക്കൂറൊക്കെ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും. സവാരി കഴിഞ്ഞ് ആ കുട്ടവഞ്ചി തിരിച്ചെത്തിയതിന് ശേഷമാണ് നമുക്ക് വീണ്ടും അതിൽ കയറി പോകാനായിട്ട് സാധിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ലൈഫ് ജാക്കറ്റും മറ്റുമൊക്കെ ധരിച്ച് റെഡിയായി നിൽക്കുന്നതിനായിട്ടുള്ള സമയമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഞങ്ങൾ ചെന്ന് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായ സമയത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള കുട്ടവഞ്ചി അവിടെ എത്തി. പിന്നെ അങ്ങോട്ട് അതിലുള്ള യാത്ര എന്ന് പറയുന്നതും അതിൽ കയറുന്നതും ഒക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ചാടിയൊന്നും കയറാൻ പാടില്ല. ഓരോരുത്തരെ ഇരുത്തിയിട്ട് തിരിച്ച് കറക്കിയാണ് അടുത്ത ആളിനെ ഇതിനകത്തേക്ക് കയറ്റിയിരുത്തുന്നത്. അപ്പോൾ ഇതിലുള്ള കാഴ്ച എന്ന് പറയുന്നത് വളരെ ഈ കാണുന്നത് പോലെ തന്നെ കാഴ്ചയും യാത്രയും ഒക്കെ പ്രത്യേകത ഉള്ളത് തന്നെയാണ്. എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി. കല്ലാർ നദിയുടെ തീരത്തായാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനും വനം വന്യജീവി വകുപ്പും സംയുക്തമായാണ് അടവിയിലെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത്. കല്ലാർ നദിയുടെ തീരത്ത് മരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാംബു ഹട്ട്, കുട്ടവഞ്ചി സവാരി, നദിയുടെ തീരത്തൂടെ കാഴ്ചകൾ ആസ്വദിച്ചുള്ള നടത്തം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആകർഷണ മേഖലകളെന്ന് പറയുന്നത്. അടവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. പശ്ചിമഘട്ടത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന കോന്നി അടവി ഇക്കോ ടൂറിസം സന്ദർശകരെ പ്രകൃതിയുടെ നിശബ്ദ സുന്ദരതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ടയിലെ ഇവിടെ ശാന്തമായ പ്രകൃതി സമൃദ്ധി അനുഭവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. കൂടാതെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും അഡ്വഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം പ്രിയപ്പെട്ട സ്ഥലവുമാണ് അടവി. അടവി എന്നത് മലയാളത്തിൽ വനം എന്ന അർത്ഥമുള്ള വാക്കാണ്. സത്യത്തിൽ ഈ പ്രദേശം പ്രകൃതി ശാന്തതയുടെയും സുന്ദരതയുടെയും നിറഞ്ഞ കാഴ്ച തന്നെയാണ് എന്ന് വന്ന് കാണുന്നവർക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. കോന്നി അടവി ഇക്കോ ടൂറിസം നേരിൽ കണ്ട് അനുഭവിക്കാൻ ഏറ്റവും നല്ല സമയം പ്രഭാത വേളകളോ സായാഹ്ന വേളകളിലോ ആണ്. വനം പക്ഷികളുടെ സംഗീതത്തോടെയും നദിയുടെ ശബ്ദത്തോടെയും ജീവിക്കുന്നു. ഇവിടെ കാണുന്ന അനവധി വിവിധ തരത്തിലുള്ള സസ്യങ്ങളും ജീവികളുമായാണ് ഈ വനത്തിൻ്റെ സുന്ദരതയുടെ ഭാഗമായി മാറിയിരിക്കുന്ന കാഴ്ചകൾ
നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. കോന്നി അടവിയിലെ യാത്രയിൽ നാം കാണുന്ന വന്യജീവികൾ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലാണ്. ആനകളുടെ സാന്നിധ്യവും കുരങ്ങുകളുടെ കളിയും പക്ഷികളുടെ മധുരമായിട്ടുള്ള കലപില ശബ്ദവും എല്ലാം ഈ യാത്രയെ മനോഹരമാക്കുന്നു. അതേസമയം അവയ്ക്കൊന്നും ശല്യമാകാതെ ഈ മനോഹാരിത ആസ്വദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. എന്നാൽ മാത്രമേ ഈ കാഴ്ചകളൊക്കെ നേരിൽ കണ്ട് നമുക്ക് യാത്ര തുടരുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ ശാന്തമായ പരിസരങ്ങളിൽ പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധം ഓരോ യാത്രികനും അനുഭവിക്കാൻ കഴിയുമെന്നതാണ്. വളരെ സമൃദ്ധമായിട്ടുള്ള പച്ചപ്പ്, മനോഹരമായി ഒഴുകുന്ന നദികൾ, ശുദ്ധമായ വായു എന്നിവകൾ ഒരേ സമയത്ത് സന്തോഷവും സമാധാനവും നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നഗരജീവിതത്തിലെ തിരക്കുകൾക്ക് നിന്ന് ഒരു ആശ്വാസം തേടിയുള്ള യാത്ര, തീർച്ചയായിട്ടും കോന്നിയിലെ യാത്ര നമുക്ക് അവിടെ നിന്നും അതിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിനായിട്ട് സാധിക്കും. കോന്നി അടവി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെയും ആത്മാവിനെയും സമൃദ്ധമാക്കുന്ന ഒരു അനുഭവമാണ്. മനുഷ്യരും പ്രകൃതിയും അടക്കമുള്ള ബന്ധത്തെ ഈ യാത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിയിലെ നാം ഓരോരുത്തരുടെയും ജീവൻ നിലനിർത്തുന്ന പരിസ്ഥിതിയെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും താല്പര്യത്തോടുകൂടി പ്രേരിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഇവിടത്തേക്കുള്ള യാത്ര. ഒഴുകിൽ വന്നതാ. നല്ല വെള്ളം വരും. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തുവാ? താമസമൊക്കെ ഇവിടെ അടുത്ത് തന്നെ അല്ലേ? തണുത്തോട് പഞ്ചായത്തിൻ്റെ മണ്ണേറ, കണ്ണത്തോട്, എലിമുള്ളി അങ്ങനെയുള്ള വനസംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഫോറസ്റ്റിൻ്റെ വനസംരക്ഷണ സമിതി. അപ്പോൾ അതിൽപ്പെട്ടവരെയാണ് ഇവിടെ തുടച്ചിരിക്കുന്നത്. അവർ VSS 4 പേര്. അങ്ങനെ നമ്മളിവിടെ ഡെയിലി ബേസിന് നമുക്കെന്നും ഇവിടെ കുട്ടവഞ്ചിയുണ്ട്. കാരണം സാധാരണ തിങ്കളാഴ്ച എക്കോ ടൂറിസങ്ങളെല്ലാം അവധിയാണ്. ഇവിടെ ഉണ്ട്. ഇവിടെ തിരുവോണം ഒരു അവധി. എക്കോ ടൂറിസത്തിന് തിങ്കളാഴ്ച ആണല്ലോ അവധി കൊടുക്കുന്നത്, ഞായറാഴ്ച പ്രവൃത്തിയായിരിക്കും. ഇവിടെ അങ്ങനല്ല, ഇവിടെ ഞങ്ങൾക്ക് ഈ ഡെയിലി പണിയാണ്. അപ്പോൾ മാറി മാറി വരണോണ്ട് പ്രശ്നമില്ല. ശനി ഞായർ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പോയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നരല്ല. അങ്ങനെ വരുമ്പോൾ തിങ്കളാഴ്ച ഇവിടെ ഉണ്ട്. തിങ്കളാഴ്ച വന്നാലും അവധിയില്ലാതെ കൊട്ടവഞ്ചിയിൽ കയറാം. കുട്ടവഞ്ചിയിൽ കയറാം. 8:30 രാവിലെ സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 5:30 വരെ ടിക്കറ്റ് കൊടുക്കും. മഴയാന്നേലും നീ കുട പിടിച്ചോ, നനഞ്ഞു കൊണ്ടവർക്ക് അങ്ങനെ കൊണ്ടു, നീ കുട പിടിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും. നേരത്തെ നമുക്ക് ലോങ് റൈഡ് ഉണ്ടായിരുന്നു, 2.5 കിലോമീറ്റർ സാഹസയാത്ര. പിന്നെ വെള്ളക്കുറവുകൊണ്ട് അത് നിർത്തി വെച്ചു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ഉണ്ട്. അപ്പം
ഉണക്ക സമയമാകുമ്പോൾ നമ്മളിവിടെ സാധാരണ തടയണ കെട്ടി വെള്ളം നിർത്തിക്കൊണ്ട് അത് അതുകൊണ്ട് നമ്മൾ ഒരു 3/4 കിലോമീറ്റർ ദൂരമായി പോയിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ 2.5 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം. ഇപ്പം ഇല്ല. ഒരു പട്ടക്കാട്ടി 4 വീട് 5 വയസ്സുള്ള ഒരാൾ പോയാലും ഒരു റേറ്റാണ്. മാക്സിമം 4 വീട് വരെ കിട്ടും. തിരക്ക് കൂടിക്കൊണ്ട് തിരക്ക് ഇപ്പോൾ സന്ധ്യ വൈകിട്ടായി. അല്ലെങ്കിൽ ആനക്കൂടിലൊക്കെ ചെയ്തു. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ ഫ്രം അടവി. ബൈ.